ഫ്ലൈറ്റ് കയറാൻ പേടിച്ചിട്ട് ഒരു പാരച്യൂട്ട് വാങ്ങിയിട്ട് ഫ്ലൈറ്റിലിരുന്നു. എന്നിട്ട് പറക്കുന്ന സമയത്ത് ഇയാള് പേടിച്ചിട്ട് സീറ്റിന്റെ നെട്ടും ബോൾട്ടൊക്കെ ഇളകി വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മാനേജർ പറഞ്ഞത്. പറഞ്ഞു വരുന്നത് ആരെ കുറിച്ചറിയോ? എല്ലാവരും ഡേ ടു ഫൈറ്റ് എന്ന് പറഞ്ഞിരുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഫൈറ്റർ ആയിട്ടുള്ള മുഹമ്മദ് അലി എന്ന് പറയുന്ന കാഷ്യസ് ക്ലേനെ കുറിച്ചിട്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇടിച്ചിട്ട ഒരു തടിമാടിനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് 3 വർഷം ബോക്സിംഗും പഠിച്ച് ഇടിക്കാൻ പോയി അടിച്ചിട്ട മനുഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഐ എം നോട്ട് അഫ്രൈഡ് ടു ഫൈറ്റ് ബട്ട് ഐ എം അഫ്രൈഡ് ടു ഫ്ലൈറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞു വരുന്നത് കുറവുകളില്ലാത്ത മനുഷ്യന്മാരില്ല. ചില സമയത്ത് നമുക്കൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇറ്റ്സ് ഓക്കെ. ചില സമയത്ത് നമുക്ക് ആൾക്കാരോട് ഇടപഴകാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇറ്റ്സ് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പിലും കളർ കോംപ്ലക്ഷനിലും ഒക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും, ഇറ്റ്സ് ഓക്കെ. ചിലപ്പോൾ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ചെറിയ അതൃപ്തി ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ. എന്താണെന്നറിയോ, ഈ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് ക്യാൻസറിനേക്കാൾ ഡേഞ്ചറസ് ആണ്. ക്യാൻസർ നമുക്ക് ഒരു പോയിന്റിലേ പണി വരും, ഇത് ലൈഫ് ലോങ് നമുക്ക് പണി വരും. എന്താണെന്നറിയോ, ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക എന്നത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുറവുകളെ അംഗീകരിക്കുക എന്നത് കൂടിയാണ്. അടിപൊളിയാവട്ടെ.